യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. സമാധാനം ഉണ്ടാകണമെങ്കിൽ തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കണമെന്ന നിലപാടിൽ ഉറച്ചുനിന്ന റഷ്യ യുക്രൈനിൽ വൻ ഡ്രോൺ ആക്രമണം നടത്തി. ഒരൊറ്റ രാത്രിയിൽ 574 ഡ്രോണുകളും 40 മിസൈലുകളും ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തിയെന്ന് യുക്രൈൻ വ്യോമസേന വ്യാഴാഴ്ച അറിയിച്ചു. ഈ വർഷത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ ആക്രമണമാണിത്. ട്രംപ് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ചർച്ച നടത്തിയ ശേഷവും റഷ്യ ആക്രമണം ശക്തമായത് അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. 3.5 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് റഷ്യ യുക്രൈനിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം കടുപ്പിച്ചത്. ഈ മേഖലയിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈനിന് നൽകിയ ആയുധങ്ങൾ സംഭരിച്ചിരിക്കുന്നത്. റഷ്യൻ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്നത് തങ്ങൾ യുക്രൈനിന്റെ ആയുധ സംഭരണികൾ, ഡ്രോൺ ഫാക്ടറികൾ തുടങ്ങിയവ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്നുമാണ്. എന്നാൽ യുക്രൈൻ ഈ വാദം തള്ളിക്കളഞ്ഞു. അലാസ്കയിൽ ട്രംപ് പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം റഷ്യയുടെ ആക്രമണം ശക്തമായതാണ് റിപ്പോർട്ടുകൾ.